അങ്ങനെ എനിക്ക് 7ാം മാസം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ രാവിലെ തന്നെ മേലേക്ക് പോയതാണ്, ചെറിയ ഒരു വെയിലൊക്കെ കൊള്ളാമെന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ കുറച്ച് നേരം വെയിലൊക്കെ കൊണ്ട് അവിടെയൊക്കെ നടന്നപ്പോഴാണ് ചീരയൊക്കെ പൊട്ടിക്കാനായത് കണ്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ചീര പൊട്ടിച്ചെടുത്തു. പിന്നെ കുറച്ച് പടവലുണ്ടായിരുന്നു, പച്ചമുളക് ഉണ്ടായിരുന്നു, അതൊക്കെ പറിച്ച് താഴേക്ക് വന്നിട്ടുണ്ട്. മുറ്റത്താണെങ്കിൽ നമ്മൾ ആദ്യം ഫുള്ള് ചെടിയായിരുന്നു വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോഴാണെങ്കിൽ ചെടിയുടെ ഇടയ്ക്കൊക്കെ ആയിട്ട് ഓരോ പച്ചമുളകിൻ്റെ തൈയും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിലാണെങ്കിൽ ഒത്തിരി പച്ചമുളക് ഉണ്ടാവുന്നുണ്ട് കേട്ടോ. നമ്മളങ്ങനെ പറിച്ച് വെക്കാറില്ല, ആവശ്യത്തിന് ഓരോ ദിവസവും ഓരോന്നായിട്ട് അങ്ങനെ പറിക്കാറാണ് കേട്ടോ. പക്ഷെ ഇപ്പം നോക്കിയപ്പോൾ എല്ലാം അങ്ങനെ മൂത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നാൽ പിന്നെ അതൊക്കെ പറിച്ചെടുക്കാമെന്ന് വെച്ചാൽ പറിച്ചെടുത്തു. പിന്നെ ഇവിടെ ആണെങ്കിൽ പൂക്കൾ കണ്ടോ, നന്നായിട്ട് ഉണ്ടാവുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ പച്ചമുളക് നട്ടത് കൊണ്ട് തന്നെ അത്യാവശ്യം നല്ലോണം വെള്ളം നനയ്ക്കാറുണ്ട്. ചെടി മാത്രമാണെങ്കിൽ വെള്ളം നനയ്ക്കാൻ കുറച്ച് മടിയാണ്. പക്ഷേ ഇപ്പം നല്ലോണം വെള്ളം നനയ്ക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു പൂക്കളൊക്കെ ഒത്തിരി ഉണ്ടാകുന്നുണ്ട്. രാവിലത്തെ ആ ഒരു ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ മേലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. ഇനി ഉച്ചക്കത്തേക്കുള്ള ചോറിൻ്റെ പരിപാടികളാണ്. അപ്പോൾ ചീരയൊക്കെ ഞാൻ ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ആണെങ്കിൽ കുറച്ച് ചാമ്പക്ക ഇരിപ്പുണ്ടായിരുന്നു, അതൊക്കെ നന്നായി വൃത്തിയായിട്ട് കഴുകിയിട്ട് ഉപ്പിട്ട് കഴിക്കുവാണ് കേട്ടോ. എനിക്ക് ഈ ഒരു സമയം ഉപ്പ്, പുളി, എരിവ് അതൊക്കെ കഴിക്കാനാണ് ഭയങ്കര ഇഷ്ടം. ആദ്യമൊക്കെ എനിക്ക് മധുരത്തോട് ഭയങ്കര താല്പര്യമായിരുന്നു. പക്ഷേ ഈ ഒരു പ്രഗ്നൻ്റ് ആയതിന് ശേഷം മധുരത്തോടുള്ള ആ ഒരു താല്പര്യം കുറഞ്ഞു. ഇപ്പോൾ എനിക്ക് ചെറുതായിട്ട് മധുരമൊക്കെ കഴിക്കാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിലും ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൂടുതൽ കഴിക്കാനാണ് കേട്ടോ ഇഷ്ടം. ഇവിടെ ആണെങ്കിൽ കുറച്ച് മാങ്ങ ഇരിപ്പുണ്ടായിരുന്നു. ഇപ്പം മാങ്ങ സീസൺ ആയതുകൊണ്ട് തന്നെ മാങ്ങ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടില്ലല്ലോ. അപ്പോൾ അത് അമ്മ ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ കുപ്പിയിൽ നിറച്ചു കൊടുത്തു. നമ്മൾ മുന്നേ അച്ചാറും ഉപ്പിലും ഒക്കെ ഇട്ട് വെച്ചത് ഇവിടെ ഉണ്ട്. പക്ഷേ ഇത് നമുക്ക് കുറച്ച് നാളത്തേക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് തന്നെ വിനാഗിരി ഒഴിച്ചിട്ടാണ് വെക്കുന്നത്. സാധാരണ നമ്മളിങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഉപ്പിട്ട് വെള്ളം ഒഴിച്ചിട്ടാണ് വെക്കാറുള്ളത്. പക്ഷേ ഇത് ഒത്തിരി കാലം നിൽക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അതിൽ നമ്മൾ വിനാഗിരിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോഴത്തേക്ക് ഉച്ചക്കത്തേക്കുള്ള ആ ഒരു ചോറും കൂടെ റെഡി ആയിട്ടുണ്ട്. മീൻ പൊരിച്ചതും പിന്നെ നമ്മുടെ സ്വന്തം ചീര വറവും മീൻ കറിയും ഉപ്പിലിട്ട മാങ്ങയൊക്കെ ആയിരുന്നു കേട്ടോ നമുക്കിന്ന് ഉച്ചക്കത്തേക്ക് ഉണ്ടായിരുന്നത്.